ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജൂപ്പാൻ ദൈവം തന്ന നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് പത്രോസ് എഴുതിയ 2 ലേഖനം 1:21 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൊഫറ്റേഴ്സ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്രവാചകൻ എന്ന പേരുണ്ടായത്. എബ്രായ ഭാഷയിൽ പ്രസ്തുത പദത്തിൻ്റെ സ്ഥാനത്ത് നബി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്തെന്നാൽ, ആരിൽ കൂടി ദൈവം സംസാരിച്ചുവോ അവനാണ് പ്രവാചകൻ എന്ന പേരിന് അർഹനായിട്ടുള്ളവൻ എന്നാണ്. പ്രവചനം എന്നാൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറയുക എന്നാണ് അർത്ഥം. ഈ അർത്ഥത്തിലാണ് ഹാനോക്കിനെ ഒരു പ്രവാചകനായി കാണുന്നത്. മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് ഹാനോക്കിനുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് നേരിട്ട് ജനത്തോട് സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച് യൂദ തൻ്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചതൊഴികെ മറ്റൊരിടത്തും എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടും ഇല്ല. ദൈവത്തോടുകൂടെ ഒരു വിശ്വസ്ത സ്നേഹിതൻ എന്ന നിലയിൽ നടന്ന ഹാനോക്കിനോട് ഭാവി കാലത്ത് നടക്കാനിരിക്കുന്ന പ്രധാന കാര്യത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചതായി മനസ്സിലാക്കാം. ആ സത്യം ദൈവാത്മാവ് യൂദയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യൂദ തൻ്റെ ലേഖനത്തിലൂടെ ആ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ലേഖനങ്ങളിൽ കർത്താവിൻ്റെ 2ാം വരവ് എന്ന വിഷയം പ്രാധാന്യമുള്ളതായി പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ യൂദയുടെ ലേഖനത്തിലും ഹാനോക്കിന് ദൈവത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമായ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടും ഉണ്ട്. ഹാനോക്ക് തൻ്റെ പ്രവചനത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് 2 പ്രധാന വസ്തുതകളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1, വരവിൻ്റെ സ്വഭാവം. 2, വരവിൻ്റെ ഉദ്ദേശ്യം. കർത്താവിൻ്റെ 2ാം വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നാം വരവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് തൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള മധ്യാകാശ വരവാണ്. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്നിൽ പ്രിയം വച്ചിരിക്കുന്ന അവിടുത്തെ സഭയെ മധ്യാകാശത്തിലേക്ക് ചേർക്കും. ഈ സംഭവം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇതിൻ്റെ നാന്ദിയായി എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങളോ അത്ഭുതങ്ങളോ തിരുവെഴുത്തിൽ പറയുന്നില്ല. ഇത് വിശ്വാസികൾക്ക് മാത്രം അറിയുന്ന ഒന്നാണ്. എന്നാൽ ഹാനോക്ക് പ്രവചിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ 2ാം ഭാഗമായ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. ഇത് എല്ലാവരും അറിയത്തക്ക വിധമുള്ള മടങ്ങിവരവാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനുള്ള 2 ഘട്ടങ്ങളെക്കുറിച്ച് ഉള്ള താരതമ്യ പഠനം ആ വിഷയത്തിൻ്റെ സ്വഭാവം ഗ്രഹിക്കുവാൻ സഹായകരവുമാണ്. 1, ആദ്യത്തെ വരവ് സഭയെ ചേർക്കാനുള്ളതാണ്. 2ാമത്തേത് സഭയോട് കൂടെയുള്ള വരവാണ്. 2, ആദ്യ വരവ് മഹോപദ്രവത്തിന് മുമ്പായി നടക്കുന്നു. 2ാമത്തേത് മഹോപദ്രവ കാലഘട്ടത്തിന് ശേഷം നടക്കുന്നു. 3, ആദ്യത്തെ വരവ് ക്രിസ്തു മണവാളനായി വരുന്നു. 2ാമത്തേതിൽ ക്രിസ്തു രാജാവായി വരുന്നു. 4, ആദ്യത്തെ വരവ് യാതൊരു ലക്ഷണവും ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്നു. 2ാമത്തേത് സംഭവിക്കുന്നതിന് മുമ്പായി യുഗാന്ത്യ ലക്ഷണങ്ങൾ വെളിപ്പെടുന്നു. 5, ആദ്യ വരവ് വാനമേഘങ്ങൾ വരെ മാത്രം. 2ാമത്തേത് പരസ്യമായി ഒലിവുമലയിൽ പ്രത്യക്ഷനാകുന്നു. 6, ആദ്യ വരവിൽ മരിച്ചുപോയ വിശ്വാസികളുടെ പുനരുത്ഥാനവും ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികളുടെ രൂപാന്തരവും സംഭവിക്കുന്നു. 2ാമത്തേതിൽ അപ്രകാരമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ലോകം മുഴുവൻ അറിയത്തക്ക നിലയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നവരായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. ആദ്യ വരവിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:16 പറയും പ്രകാരമുള്ള ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകം ഇതറിയില്ലേ? ലോകം ഇതറിയുവാൻ സാധ്യതയില്ല. കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഈ സംഭവവികാസങ്ങൾ തിരിച്ചറിയുവാൻ കഴിയൂ. ഉദാഹരണമായി പറഞ്ഞാൽ, പൗലോസിൻ്റെ മാനസാന്തരം നടന്ന സമയത്ത് അവൻ കേട്ട ശബ്ദം മറ്റുള്ളവർക്കാർക്കും ഗ്രഹിക്കുവാൻ കഴിയാതെ
മരവിച്ചു നിന്നതായി പ്രവൃത്തിയുടെ പുസ്തകം 9:7 വായിക്കുന്നു. സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പൗലോസ് ദമസ്കോസിന് സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നിയതായും ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവനോടുകൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന പുരുഷന്മാർ ആ ശബ്ദം കേട്ടു എന്നല്ലാതെ അവർക്ക് ഒന്നും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 12:28 മുതൽ വായിക്കുന്നത്, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദവും സ്വർഗത്തിൽ നിന്നുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞതായി വായിക്കുന്നു. അവർക്ക് അങ്ങനെയേ മനസ്സിലായുള്ളൂ. അതേപോലെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ലോക ജനത മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ പെട്ടെന്ന് ചിലരെ കാണാതാകുന്നതുകൊണ്ട് എന്തോ സംഭവിച്ചു എന്ന് ജനം അറിയും. ലോകജനത്തിന് ഭയവും പരിഭ്രമവും ഉളവാക്കുന്ന സംഭവവികാസങ്ങൾ സംജാതമാവുകയും ചെയ്യും. കർത്താവിൻ്റെ മധ്യാകാശ വരവിൻ്റെ വേളയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ഡ്രൈവർമാർ എടുക്കപ്പെടുന്നതിനാൽ വിമാനങ്ങളും കപ്പലുകളും മറ്റു മോട്ടോർ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട് വലിയ നിലവിളി ഉയരും. ഓരോ തൊഴിൽ ഇടങ്ങളിലും ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ വിശ്വാസികൾ വാനിലേക്ക് ഉയരുമ്പോൾ ലോകം മുഴുവൻ അപകടങ്ങളെ കൊണ്ട് നിറയുവാനും വലിയ നിലവിളി ഉയരുവാനും ഇടവരും. തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പലരെയും നൊടിയിടയിൽ കാണാതാകുന്നതിനാൽ ജനം പരിഭ്രമിക്കും. ആകപ്പാടെ പരിഭ്രമത്തിൻ്റെയും മുറവിളിയുടെയും സമയമായിരിക്കും അത്. വിശ്വാസികളായവർ മധ്യാകാശത്തിൽ കർത്താവിനെ കാണുമ്പോൾ ആനന്ദത്താൽ പുളകിതരായിത്തീരും. നിങ്ങളോ? ചിന്തിക്കണമേ എന്ന് അപേക്ഷിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.